ഇന്ത്യൻ ആർമിയിൽ ജോലി ആഗ്രഹിക്കുന്ന ആൺകുട്ടികൾക്ക് പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിരിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്ന കാര്യം ഓൾറെഡി മുമ്പേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജോയിൻ ഇന്ത്യൻ ആർമി NCC സ്പെഷ്യൽ എൻട്രിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണ്. ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ നമ്മൾ മുമ്പോട്ടേക്ക് പറയാം. അതുപോലെ മെന്നിനുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. വുമന്റെ ഉടനെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. വുമൺ ടീം സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും NCC സ്പെഷ്യൽ എൻട്രി സ്കീം 125th കോഴ്സ് ഏപ്രിൽ 2027 കേട്ടോ ഇത് സ്റ്റാർട്ട് ആവാനായിട്ട് പോകുന്നത്. ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 19 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അൺമേരിഡ് ആയിട്ടുള്ള മെയിൽസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഡിഗ്രിയാണ് യോഗ്യത. അതുപോലെ തന്നെ മറ്റൊരു യോഗ്യത പറയുന്നത് ഡിഗ്രി വേണം. അതുപോലെ B ഗ്രേഡ് ഇൻ C സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ NCCൻ്റെ എക്സാമിൽ B ഗ്രേഡ് എങ്കിലും മിനിമം എന്തെങ്കിലും ഉണ്ടാവണം, C സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് എക്സാം ഒന്നും ഇല്ല. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ അയക്കുന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, SSB ഇൻ്റർവ്യൂ ഉണ്ട്. SSB ഇൻ്റർവ്യൂ എന്താണെന്ന് അറിയില്ലെങ്കിൽ ലൈഫ് ട്രാക്ക് മലയാളം SSB ഇൻ്റർവ്യൂ എന്ന് സെർച്ച് ചെയ്താൽ മതി. പിന്നെ മെഡിക്കൽ, മെറിറ്റ് ലിസ്റ്റ്. ഈ മെറിറ്റ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആർമീൻ്റെ വെബ്സൈറ്റ് വഴി ഇതിന് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം തന്നെ ഇതിൻ്റെ ഇനിഷ്യൽ ട്രെയിനിങ് വരുന്നത് 49 വീക്കിൻ്റെ ഒരു ട്രെയിനിങ് ആണ് വരുന്നത്. പിന്നെ സ്റ്റൈപ്പൻഡ് ആയിട്ട് 56,100 രൂപ ഓരോരു മാസം ലഭിച്ചുകൊണ്ടിരിക്കും ട്രെയിനിങ് പീരീഡ്. അത് കഴിഞ്ഞാൽ ശമ്പളവും ആനുകൂല്യങ്ങളെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കും. പിന്നെ ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്കാണ് നിങ്ങൾ പോസ്റ്റിംഗ് ആകാൻ പോകുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ആർമിയിൽ നിന്ന് ഇറങ്ങി വരണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങി വരാം. അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ ഇറങ്ങാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 14 വർഷം കഴിഞ്ഞാൽ ഇറങ്ങാം. 14 വർഷം വരെ മാത്രമേ ഷോർട്ട് സർവീസ് കമ്മീഷനിൽ എന്ത് ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പറ്റൂ. ഇനി നിങ്ങൾക്ക് പെർമനൻറ്റ് കമ്മീഷനിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാവുന്നതാണ്. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് തരും. വേക്കൻസി കാര്യങ്ങളൊക്കെ നോക്കി ആ ഒരു ഡിപ്പെൻസ് ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പെർമനൻറ്റ് കമ്മീഷനിലേക്ക് മാറാം. പിന്നെ റിലീസിങ് ബെനിഫിറ്റ്, ബാക്കിയുള്ള ആനുകൂല്യങ്ങളൊക്കെ നിങ്ങളുടെ സർവീസും പിന്നെ റിലീസ് ചെയ്യുന്ന ടൈമും കാര്യങ്ങളും അതിനെ ഡിപ്പെൻഡ് ചെയ്യും. സർവീസ് ആൻഡ് റിലീസ് ടൈം കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു പറയുന്നുണ്ട്. ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് 1 by 1 ആയിട്ട് നോക്കാം. ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 19 to 25 വയസ്സ് വരെയാണെന്ന്. കൃത്യമായി പറയുകയാണെങ്കിൽ 2 ജാനുവരി 2002 അതുപോലെ 1 ജാൻ 2008 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു NCCയിൽ C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇതൊരു NCC സ്പെഷ്യൽ എൻട്രി ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മിനിമം നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇൻ ഫൈനൽ ഇയർ ആർ ഓൾസോ അലൗഡ് ടു അപ്ലൈ ചെയ്യാൻ പറ്റും. ഫൈനൽ ഇയേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പക്ഷേ NCC C സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. NCCയിലുള്ള C സർട്ടിഫിക്കറ്റ് ഇവിടെ കൃത്യമായിട്ട് ചോദിക്കുന്ന കാണാൻ സാധിക്കും. NCCയിൽ 2 വർഷമോ 3 വർഷമോ കൃത്യമായിട്ട് സെർവ് ചെയ്തവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാവുന്നതാണ്. ഇവിടെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി കൂടി കാണാൻ സാധിക്കുന്നതാണ്. വാറിലൊക്കെ യുദ്ധത്തിലൊക്കെ വീരമൃത്യുവൊക്കെ വരിച്ചിട്ടുള്ള പട്ടാളക്കാരുണ്ടാവില്ലേ, അവരുടെ മക്കൾക്ക് അപേക്ഷിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യണ്ട, NCC C സർട്ടിഫിക്കറ്റ് റിക്വയർഡ് അല്ല. NCC C സർട്ടിഫിക്കറ്റ് നോട്ട് റിക്വയർഡ് ഫോർ വാർ ബാറ്റിൽ. ഈ ഒരു രീതിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് അപേക്ഷിക്കുമ്പോൾ, ആൺകുട്ടികളായ മക്കളാണ്, പെൺകുട്ടികളുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പം പെൺകുട്ടികളുടേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അതിൽ പറയും. അപ്പോൾ ഇവിടെ അപേക്ഷിക്കാൻ മിനിമം ഒരു ഡിഗ്രി മാത്രം മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒരു ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിക്കുക. ആകെ മൊത്തം NCC മെന്നെ 70 ഒഴിവുകളാണ് ഉള്ളതെന്ന് ശ്രദ്ധിക്കുക. അതിൽ 63 ജനറൽ കാറ്റഗറിക്കും 7 വാറിലൊക്കെ മരിച്ചിട്ടുള്ള വീരമൃത്യു മരിച്ചിട്ടുള്ള അവരുടെ മക്കൾക്കും വേണ്ടിയിട്ട് റിസർവ്ഡ് ആണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ മെയിൽസിൻ്റെ മാത്രമേ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഫീമെയിൽസിൻ്റെ ഉടനെ ചെക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ നോക്കുകയാണെങ്കിൽ 2.4 കിലോമീറ്റർ ഓട്ടം 10.5 മിനിറ്റിൽ ഓടണം. പുഷപ്സ് 30 പുള്ളപ്പ് 40 സിറ്റപ്സ് 6 സ്ക്വാട്സ് കാണാൻ സാധിക്കും. 2 സെറ്റ്സിൻ്റെ 30 റിപ്പീറ്റേഷൻസ് ആണ് പറയുന്നത്. പിന്നെ ലഞ്ചസ് ഉണ്ട്, അതും 2 സെറ്റ്സ് 10 റിപ്പീറ്റേഷൻസ് ആണ് പറയുന്നത്. സ്വിമ്മിങ്ങിൻ്റെ ഫണ്ടമെൻറ്റൽസ് അറിഞ്ഞിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്കാണ് തുടക്കത്തിൽ പോസ്റ്റിംഗ് ആവാനായിട്ട് പോകുന്നത്. പിന്നെ ഒരു വർഷം കഴിഞ്ഞതിനനുസരിച്ച് എത്ര വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ലഭിക്കുന്ന സാലറി സ്കെയിലും കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാലറിനേക്കാളും അട്രാക്റ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ
ആനുകൂല്യങ്ങളാണ്. ഇവിടെ തന്നെ തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കും മിലിറ്ററി സർവീസ് പേ എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റനൻറ്റ് മുതൽ ബ്രിഗാഡിയർ വരെയുള്ള പോസ്റ്റിലേക്ക്, അതായത് ഈ തുടക്കം മുതൽ ബ്രിഗാഡിയർ ഈ പോസ്റ്റ് വരെ ഇതിൻ്റെ മാക്സിമം ശമ്പളം തന്നെ 2,17,600 രൂപ വരെ ലഭിക്കും. അതിൻ്റെ കൂടെ എന്ത് ചെയ്യും 15,500 രൂപ എല്ലാ മാസവും ഫിക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ അലവൻസ് ആണ് കേട്ടോ, ഇവിടെയൊക്കെ കാണുന്ന അലവൻസ് ആണ്. നമ്മൾ എന്നും പറയാറുള്ളത് ആവർത്തിക്കുകയാണ്. അലവൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരും, കാരണം ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുന്നതൊക്കെ അലവൻസ് ആണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹോസ്റ്റൽ സബ്സിഡി അലവൻസ് 6,750 രൂപ പെർ മന്ത് ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് അലവൻസ് ഉണ്ട്. അപ്പോൾ ഈ അലവൻസ് ഒക്കെ ലഭിക്കുകയാണെങ്കിൽ സാലറിനേക്കാളും മുകളിൽ, അല്ലെങ്കിൽ സാലറിൻ്റെ ഇടപിടിക്കുന്ന രീതിയിൽ തന്നെ അലവൻസ് തന്നെ വരുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ ഭാഗമാകുന്നവർക്ക് ലഭിക്കുന്നതായിരിക്കും. എനിവേ, അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് ഇന്ത്യൻ ആർമീൻ്റെ വെബ്സൈറ്റ് വഴിയാണ്. അപേക്ഷിക്കേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ആർമീൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാകും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 20 ജൂലൈ 2026 അപേക്ഷ തുടങ്ങിയത്. ഏകദേശം നിങ്ങൾക്ക് 20 ഓഗസ്റ്റ് 2026 വരെ, 20 ഓഗസ്റ്റ് 2026 വരെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 20 ഓഗസ്റ്റ് ആണ്, ഓഗസ്റ്റ് 2026 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആ ഒരു ഡേറ്റിൻ്റെ മുൻപ് വളരെ പെട്ടെന്ന് യോഗ്യതയുള്ള താല്പര്യമുള്ള ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക.